ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകുന്നത് വാഴാലിക്കാവ് ടെമ്പിളിലേക്കാണ്. ഓക്കെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പാഞ്ചൽ എന്ന ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പലർക്കും വാഴാലിക്കാവ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വാഴാലിക്കാവ് വരുന്നത്. നമ്മൾ ഈ റൂട്ടിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വടക്കാഞ്ചേരി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ അത്ര നേരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങ് മാറും. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ കൂടുതലും വിസിബിൾ ആവുന്നത് ദൂരെ കാണുന്ന മലകളും ഈ കാടുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗി അതൊരു വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടം ഈ ഒരു ഏരിയകളിൽ കൂടെ. ഞാൻ കൂടുതലും പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാറ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഈ ഫോറസ്റ്റ് ഏരിയകളും അതുപോലെ ഗ്രാമങ്ങളും ഇതൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ്. സോ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു വൈബൊക്കെ എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടാറില്ല. സോ ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ഈ ഗ്രാമങ്ങളിലോട്ടും അതുപോലെ ഈ ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് പറയുന്നത്. ഈ വാഴാലിക്കാവിൻ്റെ ഈ എൻട്രി ഉണ്ടല്ലോ, ഈ ആലും ആ റോഡും ഇത് കണ്ട എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ചെറുക്കൽ സ്റ്റേഗറിയാണ്. നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിലെ കാലഘട്ടം. പുള്ളി ഇവിടെ വന്നിട്ട് ആണല്ലോ ഇന്ദുവിനെ നഷ്ടപ്പെടുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ ഫസ്റ്റ് എനിക്ക് പുള്ളിനെ ഓർമ്മ വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴി എന്നെ കണ്ടില്ല, അത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഈ വാഴാലിക്കാവിന് ഇങ്ങനൊരു പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയും. ഒരുപാട് കഥകളുണ്ട്. അതിലൊരു കഥ പ്രകാരം ഭദ്രകാളി ദാരികനെ വധിച്ചിട്ട് ഇവിടെ ഒരു വാഴയുടെ അവിടെ പോയിട്ട് വിശ്രമിച്ചു. അവിടെ ഒരു ആലുണ്ടായിരുന്നു. അങ്ങനെ വാഴ പ്ലസ് ആൽ, വാഴാൽ, അങ്ങനെയാണ് അത് പരിണമിച്ചിട്ടാണ് വാഴാലിക്കാവ് എന്ന പേര് ഇവിടെ വന്നത് എന്നാണ് വിശ്വാസം, അല്ലെങ്കിൽ കഥയിൽ പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ വാഴാലിക്കാവും അതിൻ്റെ പരിസരമൊക്കെ. നമ്മളിങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ മൺസൂൺ സീസണിൽ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ആ സമയത്താണ് നമുക്ക് ശരിക്കും ഈ ഗ്രാമത്തിൻ്റെയും ഈ അമ്പലത്തിൻ്റെയും ഈ പരിസരത്തിൻ്റെ ഒക്കെ ഭംഗി കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ ഒരു ടൈമിൽ കൂടുതൽ പാടങ്ങളാണല്ലോ ഇവിടെ. അമ്പലം, അതിന് ചുറ്റും വലിയ പാടും അതിനപ്പുറത്ത് നദിയും ഒക്കെ ആയിട്ട് അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ഈ പാടം മൊത്തം വരണ്ട് കിടക്കുകയായിരിക്കും. ആകെ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പായിട്ട് ഒരു അതിഗംഭീര കാഴ്ച തന്നെയാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. സോ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ മഴക്കാലത്ത് വരണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പം ഇവിടെ നല്ല ചൂടുള്ള സമയത്താണ് വന്നത്. അപ്പം അതിന് വഴി പാടങ്ങളൊക്കെ വരണ്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതൊരു ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈം എന്ന് പറഞ്ഞൊരു 4:30 ആ ഒരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ വെയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലുണ്ട്. വെയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്.
നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കുറേ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതുപോലെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ചൂണ്ടിടാനായിട്ട് ആളുകളുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പുറത്തെ പുഴയിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചൂണ്ടിടാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലീസ് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഞങ്ങളിപ്പം വന്ന ഈ സമയത്ത്. ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് വേലയാണ്. അപ്പം ഭയങ്കര രസമാണ് കാണാനായിട്ട്. അവിടെ കുറേ ദിവസത്തെ പരിപാടികളുണ്ടാവും. അതിനകത്ത് തോൽപ്പാവ കൂത്ത് എന്ന് പറഞ്ഞിട്ട് പരിപാടിയില്ലേ, ഒരു കർട്ടൻ, അതിന് പിന്നകത്ത് ഇങ്ങനെ കാർട്ടൂൺസൊക്കെ കാണിച്ചിട്ടുള്ള അതൊക്കെ ഉണ്ടാവും ഇവിടെ. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ ഈ റോട്ടിൽ കൂടെ ആനകൾ വരിവരായിട്ട് വരുന്നൊരു കാഴ്ചയുണ്ട്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷ്വലാണ് ആനകളിങ്ങനെ വരിവരായിട്ട് വരുന്നത്. ഈ പാടും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു കാഴ്ച കാണാൻ അത്രയും ഭംഗിയാണ്. ഇവിടുത്തെ പുല്ലുകൾക്കും അതിന് മുകളിലുണ്ടായിട്ടുള്ള കുഞ്ഞു പൂവുകൾക്ക് പോലും എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള ഒരു വ്യൂ അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. എന്ത് രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരണം, വെയിൽ വരണേക്ക് മുന്നേ, അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരണം. ആ ടൈമിലൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇവിടുത്തെ കാറ്റും സൈലൻസും അമ്പലത്തിൽ നിന്നുള്ള ആ പാട്ടും അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷനാണെങ്കിലും നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിപ്പോവും. അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ഒരു ശല്യമില്ലാതെ ഇവിടെ വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും വൈകിട്ടൊക്കെ കുറേ പേര് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഈ നാട്ടുകാരും പുറമേ ഉള്ളവരും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വാഴാലി, ആ വാഴാലിയുടെ ഭംഗി ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പറ്റാവുന്ന പോലെ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.